ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നത് സേവനത്തിനായി അവസരങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞ് പോകുന്നതുമായ ആവിയല്ലോ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാളെക്കുറിച്ചുള്ളതായ ചിന്തകൾ, നമ്മുടെ നാളെ നാം ജീവിച്ചിരിക്കുമോ എന്നുള്ളത് ഒക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് നമ്മെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ എത്രമാത്രം അവൻ്റെ അവസ്ഥ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിനയമുള്ളവരും ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോടെപ്പോഴും നമ്മൾ സത്യസന്ധത പുലർത്തുന്നവരായി ഇരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ നേടേണ്ടതിന് വേണ്ടി നമ്മുടെ താലന്തുകളെ നാം എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ദൈവ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നതായ താലന്തുകൾ വിനിയോഗിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ വിധത്തിലായ കഴിവുകളെ സ്വർഗത്തിലെ ദൈവം നൽകി തന്നിട്ടുണ്ട്. അത് അവരവർ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ നേടേണ്ടതിന് വേണ്ടി അല്ല ദൈവനാമത്തെ ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകളെ നാം വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാനാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സഹജീവികളോടുള്ള നമ്മുടെ ദയയും കാരുണ്യവും അനുകമ്പയും ഒക്കെയും പ്രകടിപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ താലന്തുകളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഏറ്റെടുത്തുകൊണ്ട് അപ്രകാരം മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഒക്കെയും ഉള്ളതായ താലന്തുകളെ നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നവരായി തീരണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തൻ ആയിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടും. അപ്പോൾ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ എന്നുള്ള ആ വിളി കേൾക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചതായ താലന്തുകളെ നാം ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ച് താൻ പരദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ചില താലന്തുകളെ അവിടെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഒരുവന് 5 താലന്ത് കൊടുത്തു, ഒരുവന് 2 താലന്ത് കൊടുത്തു, ഒരുവന് 1 താലന്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം 5 കിട്ടിയവൻ അത് വ്യാപാരം ചെയ്ത് അതിനോട് 5 കൂടെ കൂട്ടി, 2 താലന്ത് കിട്ടിയവൻ അത് വ്യാപാരം ചെയ്ത് 2 കൂടെ കൂട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചതായ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം അത് കുഴിച്ചിട്ട് ഒരു പ്രവർത്തനവും ചെയ്യാതെ തനിക്ക് കിട്ടിയതായ കഴിവിനെ കുഴിച്ചു മൂടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യജമാനൻ കുറെ കാലങ്ങൾക്ക് ശേഷം മടങ്ങി വന്നു കഴിയുമ്പോൾ അവരെയൊക്കെയും വിളിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഞാൻ തന്നതായ കഴിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് യജമാനൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്നേരമാണ് മത്തായിയുടെ സുവിശേഷം നമ്മളിവിടെ വായിച്ചു കിട്ടുമ്പോൾ 25-ൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഏൽപ്പിച്ചതായ കാര്യം നമ്മളെക്കുറിച്ച് ഓരോരുത്തരും സ്വർഗത്തിലെ കർത്താവായ യേശുക്രിസ്തു ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ നാം പ്രവർത്തിച്ചതായ എല്ലാ കാര്യങ്ങളെയും ആ താലന്തുകൾ നമുക്ക് തന്നിരിക്കുന്നത് അത് കുഴിച്ചിടുവാനല്ല,
ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് അത് ഉയർത്തി കാണിക്കുവാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ മറ്റുള്ളവരെ സേവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മെ സമർപ്പിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളി കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തില് നമ്മുടെ താലന്തുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് നമ്മെ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നാടി ഞങ്ങൾക്ക് നൽകി തന്ന തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ വചന അനുസരിച്ച് നല്ല പിന്നെ വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും കടഭാരത്താലോ പ്രയാസത്താലോ രോഗത്താലോ ദുഃഖത്താലോ നിരാശയിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ, അതിന് പൂർണ്ണമായ വിടുതലും ആശ്വാസം കൊടുത്ത് ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.